ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ അവിടെ? ഒരു പ്രയാസമില്ല. നമ്മള് ജോലി ചെയ്യാൻ സാധിക്കുന്നിടത്തോളം കാലം ജോലി ചെയ്യണം, അല്ലേ? നമ്മുടെ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ തന്നെ അതല്ല നോക്കേണ്ടത്. നമ്മുടെ ശരീരത്തിനും മനസ്സിനും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ജോലി ചെയ്യണം, അല്ലേ? ഒരുപക്ഷെ എല്ലാവരുടെയും നിങ്ങൾക്ക് സഹായം ഉണ്ടാവും, മക്കളെ ഉണ്ടാവും, കുടുംബം ഉണ്ടാവും. പക്ഷെ എന്നാലും ഇതൊരു ആക്ടിവിറ്റിയാണ്, അല്ലേ? വി ഹാവ് ടു ഡു അവർ വർക്ക്. മീഡിയക്കാരൻ ചോദിച്ചു നിങ്ങൾ എന്നാ റിട്ടയർ ചെയ്യാം? ഞാൻ പറഞ്ഞ റിട്ടയർമെന്റ് ടു ഖബർ, അതല്ലേ ശരി? പിന്നെ അവൻ നിശ്ചയിച്ചിട്ടുണ്ട് നമ്മുടെ ആരോഗ്യം എത്രത്തോളം ഉണ്ട്, നമ്മൾക്ക് എത്രത്തോളം ജീവിക്കാൻ പറ്റും എന്ന് ഡിപ്പെൻഡ് ചെയ്യാം. 70 വയസ്സുള്ള ഇദ്ദേഹം ലുലുവിൽ ജോലിക്ക് വേണ്ടിയിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ലുലുവിൽ ജോലി ലഭിക്കുകയും പിന്നെ അദ്ദേഹത്തെ നേരിട്ട് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിക്ക സന്ദർശിക്കുന്ന ഒരു രംഗമാണ് ഇപ്പോൾ കണ്ടത്. അദ്ദേഹം കൊടുക്കുന്ന ഒരു ഉപദേശമാണ്. ഈ 70 വയസ്സിലും അദ്ദേഹത്തിന്റെ യൗവനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരെ ആശ്രയിക്കാതെ സദാസമയവും ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് ജോലി ചെയ്യുന്ന എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഇപ്പോ MA യൂസഫ് അലിക്ക അതിൽ പറയുന്നുണ്ട്, നമുക്കൊരു മനുഷ്യർക്ക് റിട്ടയർമെന്റ്, അദ്ദേഹത്തിനോട് പല അറബികളും ചോദിച്ചിട്ടുണ്ട് എപ്പോഴാണ് നിങ്ങൾ ഇതിൽ നിന്ന് റിട്ടയർമെന്റ് ചെയ്യുന്നു എന്നത്. അപ്പോൾ യൂസഫ് അലിക്ക പറഞ്ഞത് ഞാൻ ഖബറിലേക്ക് പോകുന്ന ആ സമയത്ത് മാത്രമാണ് റിട്ടയർമെന്റ് എന്നാണ്. നമ്മൾക്കൊക്കെ നമ്മളെപ്പോലുള്ള യുവാക്കൾക്കൊക്കെ ഇദ്ദേഹം ഒരു മാതൃകയാണ്. ഈ 70 വയസ്സിലും ഇങ്ങനെ വളരെ ഊർജ്ജസ്വലയോടുകൂടി ജോലി ചെയ്യുന്ന ഒരു രീതി തെരഞ്ഞെടുക്കണമെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഇന്നത്തെ യുവാക്കൾക്ക് ഒരു മാതൃക തന്നെയാണ്. നമ്മളൊക്കെ മടിപിടിച്ചിട്ടുള്ളവരാണ്. 35 അല്ല 40 45 വയസ്സാവുമ്പോഴേക്ക് തന്നെ ജോലി ചെയ്യാൻ പോലും മടി കാണിക്കുന്നവരാണ് നമ്മൾ പലവരും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതിലാണ് ഇദ്ദേഹം 70-ാം വയസ്സിലും വളരെ ഊർജ്ജസ്വലയോടുകൂടി ജോലി ചെയ്യുന്നത്. ഇതിൽ MA യൂസഫ് അലിക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരുപാട് നിലാരംബരുടെ അത്താണിയായിട്ടാണ്. പക്ഷെ ഇദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇദ്ദേഹത്തിന്റെ എളിമയെ കുറിച്ചിട്ട് അവതാരകൻ ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി പ്രകാരമായിരുന്നു, എന്നെക്കാളും മറ്റുള്ളവർ താഴ്ന്നതാണ് എന്ന് ചിന്തിച്ചാൽ തന്നെ അവിടെ നമ്മുടെ അധപ്പതനം, അതായത് നമ്മുടെ നാശം സംഭവിക്കാൻ പോകുന്നു എന്നതാണ്. പലപ്പോഴും നമ്മൾക്ക് ചെറിയൊരു രീതിയിലേക്ക് എന്തെങ്കിലും സാമ്പത്തികമായോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലോ പ്രശസ്തിയോ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ പലവരും അഹങ്കരിക്കുന്ന രീതിയിലാണ്. MA യൂസഫ് അലിഖാനെ സംബന്ധിച്ചിടത്തോളം ലോകം തന്നെ അറിയപ്പെടുന്ന വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ എളിമയാണ്, അദ്ദേഹത്തിന്റെ ലാളിത്യമാണ്, അദ്ദേഹത്തിന്റെ വിനയമാണ് ഏവരെയും ആകർഷിപ്പിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് വരുന്ന സമയത്ത് 2 കുട്ടികൾ സെൽഫി എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തോളിൽ കൈയിട്ട ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ അംഗരക്ഷകനായ വ്യക്തി അവരെ പിടിച്ചു മാറ്റുമ്പോൾ അതിനെന്താണ് നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ള ഒരു ആ വീഡിയോ നമ്മൾ പലവരും കണ്ടതാണ്. അപ്പൊ അത്രത്തോളം എളിമയാണ്, അത്രത്തോളം വിനയതയാണ് MA യൂസഫ് അലിഖാന്റെ സവിശേഷത. അപ്പൊ MA യൂസഫ് അലിഖ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ഒരു 70 വയസ്സുകാരൻ ജോലിക്ക് അപേക്ഷിക്കുകയും ഉടൻ തന്നെ അദ്ദേഹത്തിന് അനുയോജ്യമായ ജോലി സ്ഥാപനം കൊടുക്കുകയും പിന്നീട് ആ തൊഴിലാളിയെ, ആ ജീവനക്കാരനെ നേരിട്ട് സന്ദർശിച്ച് വേണ്ടുന്ന മോട്ടിവേഷൻ, വേണ്ടുന്ന നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ കൊടുക്കുന്ന രീതിയൊക്കെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വലിയ മനുഷ്യൻ അവിടെയാണ് ഒരു വ്യത്യസ്തനാകുന്നത്. ഏതായാലും അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് നിലാരംബരെ, പാവങ്ങളെ സഹായിക്കാനുള്ള ആരോഗ്യവും ആഫിയത്തും സർവശക്തവും കൊടുക്കട്ടെ എന്ന് ഈ അവസരത്തിൽ നമ്മൾക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.